സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്ന ഭാഗ്യചിഹ്നങ്ങൾ സാധാരണ ബഹിരാകാശ ദൗത്യങ്ങളിൽ പേടകങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കാറുണ്ട്. ആർട്ടിമിസ് 2 ദൗത്യത്തിന് ഉപയോഗിക്കുന്ന ഓറിയോൺ പേടകം ഗുരുത്വപരിധി വിട്ട് ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഈ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ പേടകത്തിനുള്ളിൽ ഒഴുകി നടക്കും. ലോകത്തെമ്പാടുമുള്ള എഞ്ചിനീയർമാർക്കും വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ഈ മത്സരത്തിന്റെ ഭാഗമാകാം. മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യചിഹ്നത്തിന് 4 അംഗ സംഘത്തിനൊപ്പം ആർട്ടിമിസ് ദൗത്യത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്നുള്ള വൻ ഓഫറും പിന്നാലെയുണ്ട്. ഇനി ശരിക്കും നാസയ്ക്ക് വേണ്ടത് എന്ത്? നാസ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആർട്ടിമിസ് 1 ദൗത്യത്തിൽ ഒരു നായക്കുട്ടിയോട് രൂപസാദൃശ്യമുള്ള സ്നൂപ്പി പാവയായിരുന്നു ഭാഗ്യചിഹ്നമായി ഉപയോഗിച്ചിരുന്നത്. വ്യക്തികൾ, മൃഗങ്ങൾ, ഏതെങ്കിലും സംഘടനയോ വിഭാഗത്തിന്റെയോ പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ എന്നിവയുടെ രൂപത്തിലാണ് സാധാരണ ഭാഗ്യചിഹ്നങ്ങൾ ഉപയോഗിക്കാറ്. 2025 മെയ് 27 മുൻപായി ഡിസൈനുകൾ സമർപ്പിക്കണം. അതിനു മുൻപ് മത്സരാർത്ഥികൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. $1225, അതായത് 1 ലക്ഷത്തിലധികം രൂപയാണ് ഓറിയോൺ പേടകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്ററിന് സമ്മാനമായി ലഭിക്കുക. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, ഡിസൈൻ ചെയ്ത നല്ലൊരു ഉഗ്രൻ പാവക്കുട്ടിയെ നാസയ്ക്ക് കൊടുത്ത് താരമാകാം.